ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് +1 ഫിസിക്സ് പബ്ലിക് എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആയിരുന്നു കേട്ടോ, ഫിസിക്സിൻ്റെ. കാരണം ഞാൻ ഇംപ്രൂവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വൺ വേർഡിനൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല എളുപ്പമുള്ള ഡയറക്റ്റ് വൺ വേർഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലർക്കൊക്കെ വൺ വേർഡ് ചെറിയൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ വൺ വേർഡ്. പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ +1 ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസിലെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു കേട്ടോ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മാർക്ക് കുറവായിരുന്നു, എ ഗ്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്താ അറിയില്ല, കാരണം ഒരു അറിയുന്ന ഉത്തരം ഞാൻ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവേ എളുപ്പമുള്ള പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ വർഷമാണെങ്കിൽ ഒരു എളുപ്പമുള്ള പേപ്പർ തന്നെയായിരുന്നു. എനിക്കിഷ്ടമായി. 2 മാർക്കിൻ്റെ അതൊക്കെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓപ്ഷൻ ഉണ്ടായിട്ടും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി എവിടെയെങ്കിലും മിസ്റ്റേക്ക്, കാരണം എനിക്ക് എൻ്റെ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞ ഉത്തരമാണെങ്കിൽ കൂടെ അത് നമ്മൾ ധൃതിയോട് കൂടി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അറിയുന്നതാണെങ്കിൽ. അങ്ങനെ പെടഞ്ഞെഴുതിയിട്ടൊക്കെ തെറ്റിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോന്ന് എനിക്ക് ഒട്ടും നിശ്ചയമില്ല. എനിക്ക് +1 പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വൃത്തിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻസർക്ക് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് A+ മാർക്കിനെക്കാട്ടി കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആ മാർക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിട്ടോ. അതിന് A ആയപ്പോൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റീവാലുവേഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി. എനിക്ക് എളുപ്പമുണ്ടായിരുന്നു, കാരണം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം കൂടെ പഠിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ സെറ്റാക്കിയായിരുന്നു. അത്ര അടിപൊളി പേപ്പറാണ്. പക്ഷെ അറിയുന്ന ഉത്തരം തെറ്റിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഏതാണെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ടിക്കിൾ ഓൺ എർത്ത് സർഫസിൻ്റെ. അതെനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അതിന് തൊട്ട് മുന്നിലെല്ലാം ഉണ്ടല്ലോ വേറൊരു പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഒരു ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഡെറിവേഷൻ. ആ ഡെറിവേഷൻ എഴുതി വെച്ചു. പക്ഷെ മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഓർക്കോസ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓർക്കോസ്റ്റിൽ ഫുൾ കംപ്ലീറ്റ് അല്ല, കാരണം വേറൊരു ബി കോസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. എന്നാലും കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ഇടും കേട്ടോ. അതുപോലെ തന്നെ +1 ഹ്യൂമാനിറ്റീസ്കാർക്കൊക്കെ ഇതാണ് സോഷ്യോളജി ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളത്തെ പിള്ളേരായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സോഷ്യോളജി ആയിരുന്നു. അവർക്കും എളുപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇനി ടഫ് ആക്കാൻ ചാൻസ് ഉണ്ടോ. കാരണം +1 കെമിസ്ട്രി നല്ല രീതിയിൽ ടഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ടഫ് ആക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചൊരു മാർക്ക് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഞാൻ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. പക്ക നല്ല എല്ലതും നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ വൃത്തിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുപോലെ ഇനി എത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അടിപൊളി പേപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടമായി. എൻ്റെ അഭിപ്രായം ഞാൻ ജെനുവിനായിട്ട് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ മസ്റ്റായിട്ട് കമൻറ്റ് ഇടുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ദിസ് ഈസ് അപ്നെ സൈനിങ് ഔട്ട്. ബൈ.